ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. ആദ്യം ഒരു കുക്കറിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് മുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് നമുക്ക് ബ്രൗൺ കളറ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ജീരകം ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അരക്കാം. ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഇതിൻ്റെ പച്ചച്ചവ മാറി വരുമ്പോൾ നമ്മൾ നുറുക്കി വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഗരം മസാലയും ഇട്ട് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം മസാല വെന്ത് വന്നതിന് ശേഷം നല്ലോണം കഴുകി വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം കുക്കർ മൂടി വെക്കാം. 5-6 വിസിലടിച്ചതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് തുറന്നു നോക്കാം. ഇപ്പോൾ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ എടുത്ത് അത് ചൂടായതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം നേരത്തെ വേവിച്ച് വെച്ച ബീഫ് കറി ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ ബൈ.